മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ പ്രവാചകന് വല്ലാത്ത സന്തോഷത്തിലാണ്. ചിരിക്കുന്ന മുഖത്തോടെ നല്ല ഹാപ്പിയായിട്ട്. ചില സമയം ഭർത്താവ് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭാര്യക്കറിയൊക്കെ നല്ല ഹാപ്പിയില്ല. എന്ത് കാര്യം ചോദിച്ചാലും ഇന്ന് നടക്കും എന്തെങ്കിലും. അപ്പം നമ്മുടെ ഭാര്യമാർ അങ്ങനെയുള്ള സമയങ്ങൾ നോക്കിയിട്ടാണ് പല കാര്യങ്ങളും നമ്മളോട് പറയാറുള്ളത്. ഭാര്യ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വാപ്പാടെ അടുത്ത് വന്ന് വാപ്പ തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരും, കയ്യും കാലൊക്കെ ഒന്ന് നെക്കിത്തരും. വാപ്പയ്ക്ക് ചായ വേണോ കാപ്പി വേണോ, വല്ലാത്ത സ്നേഹം. ഇത് കാണുമ്പോൾ തന്നെ വാപ്പയ്ക്ക് അറിയാം ഇവർക്ക് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയാ. അതങ്ങനെയാണ്, പെണ്ണുങ്ങൾ അങ്ങനെ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ വല്ലാത്ത സന്തോഷത്തിലാണ്. വീടിന്റെ അകത്തേക്ക് കടന്നു വന്ന പ്രവാചകനെ കണ്ടപ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ قالت لما رأيت رسول الله صلى الله عليه وسلم طيب لنفسي فقال يا رسول الله ادع الله لي. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി തന്റെ സന്തോഷത്തോടെ തന്റെ വീടിന്റെ അകത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ആയിഷ ബീബിക്ക് മനസ്സിലായി പ്രവാചകൻ ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണ്. ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, റസൂലുള്ളയോടാണ് പറയുന്നത്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ടല്ലോ ആയിഷ, അതുപോലെ നബിയേ എനിക്ക് വേണ്ടി അങ്ങ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. ആയിഷ ബീബി പറഞ്ഞു, പോരാ, ഇപ്പൊ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണേ എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പറയുകയാ, തന്റെ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ, അതാ വയസ്സ് കുറഞ്ഞവളാണല്ലോ. പടച്ചവനെ, പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഇരുകരങ്ങൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടെന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഇരുകരങ്ങളും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ പാവപ്പെട്ടവളായ ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ, ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, എന്റെ ഭാര്യ ആയിഷയുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ തമ്പുരാന്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷവാ. റസൂലുള്ളാഹി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. പ്രവാചകന്റെ മടിയിൽ തല വെച്ചിട്ടാണ് ആയിഷ ബീബി കിടക്കുന്നത്. തന്റെ ഭാര്യ മടിയിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തപ്പോ ആയിഷ ബീബിക്ക് വല്ലാത്ത സന്തോഷമായി. റസൂലുള്ളാഹി നോക്കുമ്പോ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിരുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിരിച്ച് 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 താഴെ വീഴുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിരിച്ച് ചിരിച്ച് താഴെ വീഴുകയാ. അല്ലാഹുവേ, എത്ര ചിരിച്ചിട്ടുണ്ടാകും ആയിഷ? പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, ആയിഷ, എന്ത് പറ്റി നീ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫളഹികത് ആയിഷ ഹത്താ, അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്, ഹത്താ സഖത റഅസുഹാ ഫീ ഹിജ്രിഹാ.
ആയിഷാ ബീബി ചിരിച്ച് ചിരിച്ച് തല താഴെ വീടുന്ന അവസ്ഥയിൽ കിടന്ന് സന്തോഷിക്കുമ്പോ റസൂലുള്ള ചോദിക്കുന്നു, ആയിഷ നിനക്ക് ഇത്ര സന്തോഷമെന്തേ? മുത്തുനബിയേ, എങ്ങനെ സന്തോഷിക്കാതിരിക്കും നബിയേ? ഈ ആയിഷയ്ക്ക് ഇതിനെക്കാളും എന്തേ വേണ്ടത്? അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, എന്റെ പാപം പൊറുക്കാൻ. ഞാൻ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്തല്ലോ. അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ കടന്ന് ചിരിക്കുന്നതെന്ന് ലോകത്തിന്റെ നേതാവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആയിഷാ, ഞാൻ നിനക്ക് ദുആ ചെയ്തത് കേട്ടിട്ടാണോ നീ സന്തോഷിക്കുന്നത്? ഞാൻ നിനക്ക് ദുആ ചെയ്തത് കേട്ടിട്ടാണോ നീ സന്തോഷിക്കുന്നത്? എങ്കിൽ ആയിഷ, നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്, നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഫവല്ലാഹി ഇന്നഹാ ലദഅഉതി ലിഉമ്മതി ഫീ കുല്ലി സ്വലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു, ആയിഷ, ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, ഈ പായിപ്പാട് പള്ളിക്കകത്ത് 2020 നിങ്ങളോട് നമുക്ക് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ദുആ ചെയ്യുകയാ, ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ ദിവസവും ദുആ ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്ക്. സ്വന്തം മക്കള് ചെയ്യുമോ? മരണപ്പെട്ടു പോയ വാപ്പയ്ക്ക് വേണ്ടി 5 വഖത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന എത്ര മക്കളാണുള്ളത്? വാപ്പ എന്നാടാ മരിച്ചു പോയതെന്ന് ചോദിച്ചാൽ പടച്ചവനെ വാപ്പാടെ ആണ്ടുപോലും അറിയാത്ത മക്കളുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാ പോലും പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് പോകാത്തവർ വാപ്പയുടെ ഖബർ എവിടെയെന്ന് ചോദിക്കുമ്പോ പതാ പായിപ്പാട് പള്ളിയുടെ ആ മൂലയിലാണെന്ന് പറയാറല്ലാതെ തന്റെ പിതാവിന്റെ ഖബർ ഏതാണെന്ന് കാണിച്ചു കൊടുക്കാൻ, ആ പിതാവിന്റെ ഖബറിന്റെ ചാരത്തു ചെല്ലാൻ അറിയുന്ന എത്ര മക്കള്? അതുപോലും അറിയാത്ത മക്കളുടെ കാലമല്ലേ? സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കള് ചെയ്യുന്നില്ല, കൂടപ്പിറപ്പുകൾ ചെയ്യുന്നില്ല, ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യുന്നില്ല, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യുന്നില്ല. പക്ഷേ എന്നെയും നിങ്ങളെയും കാണാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോ പടച്ച റബ്ബിനോട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുമ്പോ, അല്ലാഹുവേ, അതല്ലേ സഹോദരാ സ്നേഹം? അതായിരുന്നു മുത്തുനബി അല്ലാഹുവിന്റെ പ്രവാചകന് നമ്മളോടുള്ള സ്നേഹം. അങ്ങനെയായിരുന്നു. നമ്മൾ സ്വലാത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ആ പ്രവാചകന്റെ മൗലിദ് ഓതിയാലും ഓതിയില്ലെങ്കിലും, ആ പ്രവാചകന്റെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ നബിദിനം ആഘോഷിച്ചാലും ഇല്ലെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ മരിച്ചുപോയി ഒന്നും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. നമുക്ക് വേണ്ടി പ്രവാചകൻ 5 വഖത്തും ദുആ ചെയ്യുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വല്ലാത്ത കാരുണ്യമായിരുന്ന പ്രവാചകൻ, വല്ലാത്ത കരുണയുള്ള പ്രവാചകൻ, എല്ലാ പടച്ചവന് വല്ലാത്ത കാരുണ്യമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ തന്നെ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. ഇന്നഹു, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നഹു ദഅാ റബ്ബഹു വഅഹദാ. മുത്തുനബി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, ഞാൻ ആരെയെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കല്ലേ അല്ലാ. എന്തൊരു സ്നേഹമാണ്!
റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ എന്റെ ദുആ അവർക്ക് ഐശ്വര്യമാക്കണേ അല്ലാ, അവർക്ക് കാരുണ്യമാക്കണേ അല്ലാ, അവർക്ക് പ്രാർത്ഥനയായി മറിക്കണേ അല്ലാ, അവരുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാ. നാളെ പരലോകത്ത് നിന്റെ അടുത്ത് വരുമ്പോ അവർക്ക് നിന്റെ അടുക്കൽ സ്ഥാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ച പ്രവാചകനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ആ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടിയവരെ, ആ പ്രവാചകനോട് നമുക്ക് മഹബ്ബത്ത് വേണ്ടേ? ആ പ്രവാചകനോട് നമുക്ക് സ്നേഹം വേണ്ടേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം വല്ലാത്തതാണ്. ആ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? അത് പച്ച തോരണം കെട്ടലല്ല, അല്ലെങ്കിൽ മൗലിദ് പാരായണം മാത്രമല്ല, അല്ലെങ്കിൽ നബിദിന റാലി മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? ജീവിതത്തിൽ 4 കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹബ്ബത്തുണ്ടോ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ 4 അടയാളമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രവാചകനോട് സ്നേഹമുണ്ടാകുമെങ്കിൽ ഈ കാണിക്കുന്ന ഓളൊന്നും അല്ല, ഇതൊന്നും വേണ്ട ഇല്ല എന്നല്ലതിനർത്ഥം. തോരണം കെട്ടണ്ടെന്നോ നബിദിന റാലി നടത്തണ്ടെന്നോ അല്ലെങ്കിൽ ഇതുപോലെ മൗലിദ് ഓതണ്ട, ഇതൊന്നുമല്ല. ഇതൊക്കെ പ്രവാചകനോടുള്ള സ്നേഹം, അതൊക്കെ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല സ്നേഹം. യഥാർത്ഥത്തിൽ പ്രവാചകനോട് ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മാർത്ഥമായി എനിക്കോ നിങ്ങൾക്കോ സ്നേഹമുണ്ടെങ്കിൽ, ആ പ്രവാചകന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് 4 നല്ല ഗുണങ്ങൾ ഉണ്ടാകും. അല്ലാഹു ആ ഗുണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുണ്ടെങ്കിൽ നീ നിന്റെ നാവ് കൊണ്ട് പറയുന്നത് സത്യം. ആ 4 ഗുണങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഈ വഅദ് പറയുന്ന ഞാൻ പറയുന്നത് സത്യമാണ്, എനിക്ക് നബിയെ സ്നേഹമാണെന്ന് ഞാൻ പറയുന്നു. അത് നാവ് കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ തിരിച്ചറിയണമെങ്കിൽ 4 അടയാളമുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ്, പ്രവാചകനോട് നിങ്ങൾക്ക് മഹബ്ബത്തുണ്ടോ? സ്നേഹമുണ്ടോ? ഉണ്ടോ? ഉണ്ട്? ഉറപ്പാ? ഉറപ്പാ? എന്തൊക്കെയോ ക്ഷീണം പോലെ. ഉറപ്പാ? പക്ഷെ എന്നാ ഈ 4 കാര്യങ്ങളൊന്ന് കേട്ടിട്ട് തീരുമാനിക്ക്, ഓടണോ ഇരിക്കണോ എന്ന്. ഈ 4 അടയാളങ്ങൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഉണ്ടോ ഇല്ലയോ എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഴയ കാലഘട്ടങ്ങൾ കുട്ടികൾക്ക് പ്രവാചകനോടുള്ള മഹബ്ബത്തിനെ കുറിച്ച് വാപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ചെറിയ മക്കൾക്കൊക്കെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി, നാബി വരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് എന്ന പേര് കേട്ടാൽ തന്നെ ആ നാവിൽ സ്വലാത്ത് വരുമായിരുന്നു. പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയാ. ഇന്ന് ഉമ്മമാരും വാപ്പമാരും ആരാപ്പ കുട്ടികൾക്ക് നബിയുടെ മദ്ഹ് പറഞ്ഞു കൊടുക്കുന്നത്? പണ്ടൊക്കെ ഉമ്മമാര് കുട്ടികളെ ഉറക്കുന്നത് എന്ത് പാടിയിട്ടാ? സിനിമാ ഗാനങ്ങൾ പാടിയിട്ടാ? ആൽബത്തിന്റെ സോങ്ങുകൾ അല്ല. പണ്ടുള്ള മാതാപിതാക്കൾ കുട്ടികളെ ഉറക്കിയിരുന്നത് മൗലിദ് പാരായണം, മൗലിദ് ബൈത്തുകൾ അല്ലേ, അല്ലെങ്കിൽ ബുർദയുടെ ബൈത്തുകൾ, മുഹിയുദ്ദീൻ മാലകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാ ഉമ്മ കുട്ടികളെ ഉറക്കിയിരുന്നത്. ഇന്നോ? പറ. ഞാൻ ഒറ്റ സംശയം ചോദിക്കട്ടെ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ ഉറക്കുമ്പോ ഇപ്പൊ ഉസ്താദ് പറഞ്ഞപ്പോൾ പാടിയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മ ഉറക്കാൻ പാടിയിരുന്ന പാട്ടിതാ. കൊണ്ട് പണി ചെയ്തിടും പാവങ്ങൾ ജോലി കഴിഞ്ഞവർ പോകുമ്പോൾ അവരുടെ കൂലിയുടൻ നൽകാൻ അരുൾ ചെയ്ത റസൂലുള്ളാഹ്. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനത്തെ പാട്ടാ. ഇതൊക്കെയായിരുന്നു ഉമ്മമാര് ഉറക്കാൻ പോലും പാടിയത്. ഇന്നോ
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ നിങ്ങളുടെ വീട്ടിലെ ആമിന ഏത് പാട്ടാ പാടുന്നതെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്കിലും പണ്ടുള്ള കുട്ടികളെപ്പോലും മാതാപിതാക്കൾ വളർത്തിയിരുന്നത് പ്രവാചകനോടുള്ള മഹബത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം 2 കുട്ടികളുടെ ചരിത്രം. യുദ്ധക്കളത്തിൽ യുദ്ധം നടന്ന് കൊടുകുമ്പരിയായി കഠിനമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളും ശത്രുക്കളും തമ്മിൽ വല്ലാത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ 2 ചെറിയ കുട്ടികൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് യുദ്ധക്കളത്തിൽ കാവല് നിൽക്കുന്ന ഒരു സഹാബിയുടെ ചാരത്ത് വന്നു. ഒരു സഹാബിയുടെ ചാരത്തെ ചരിത്രം പറയുന്നു, 10-11 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 എണ്ണം ഊരിപ്പിടിച്ച വാളുമായിട്ട് രണാങ്കണത്തിൽ കാവല് നിൽക്കുന്ന സഹാബിയോട് ചോദിച്ചു,